കാലുണ്ട് നോക്കിയാ കുനിഞ്ഞു നോക്കിയാ മതി. എന്ത് വർത്താനാണ്? അല്ല വിജയേ, ഈ ബാല്യക്കാർക്ക് കുറച്ച് കഴിഞ്ഞ് കഴിച്ചാ പോരെ? വയസ്സായവരെ കഴിക്കട്ടല്ല. അതെ വയസ്സായവരല്ലടാ, ഇരുന്നോട്ടിപ്പാ, നമുക്ക് പിന്നെ ഇരിക്കാം. വാ, പ്രായമുള്ളവരല്ലേ, എണീച്ചെടുത്ത്. ആ വിദ്യാട്ടാ എങ്ങനെ വല്ലല്ല തിന്നിട്ട് പോടാ. ഇന്ന് എന്തിനാ എണീച്ചിനി? പ്രായമായി അമ്മയിലടാ. ഈ എന്തിന്ന് ആ തോണ്ടി നമുക്ക് എപ്പോഴും പരിപാടിയാണ്. ഏടെ പോയി കഴിഞ്ഞാൽ ആദ്യം കരുതും കുറച്ച് വെള്ളം നിന്നേ. ആ ഇനിയിപ്പോ ഏതായാലും അടുത്തേലും നമ്മളപ്പം ഇരിക്കാം. ആദ്യത്തെ ആ ഒരു ഉന്തുന്നട ലേശം കൊണ്ടിട്ടുണ്ട്. ഇല്ലടാ ഇവിടെ പ്രശ്നമായിട്ടില്ല വരാണ്ട്. അതെന്ത് പോക്കാ നിങ്ങൾ തിന്നാണ്ട്? ഇല്ലടാ, പീടിയയിൽ കുറച്ച് പണിയുണ്ട്. പുതിയ സ്റ്റോക്കിൽ പൂനെന്റെ ടീഷർട്ട് വന്നിട്ടുണ്ടോ? വെള്ളത്തിട്ടുണ്ടല്ലേ ഈടെ കൊണ്ടുവന്നിട്ട് ആരെടുക്കാനാ? നിങ്ങ വെക്കാനിട്ടല്ലേ, ഒന്ന് വെച്ച് നോക്കിയാട്ടെ, നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ട ഇതെല്ലാം വെക്കണോ? എന്നാണ്ടല്ലേ ചക്കന്മാര് വീടിലേക്ക് പാഞ്ഞും കയറും. ഇനിയിപ്പോ അടുത്തേല് വല്ലതും നോക്കാം. ഞാൻ വിടുകടാ. അല്ല, നിങ്ങ ചക്കനും പണിയും കാണുന്നില്ലേ? ഒരു ഫോട്ടോ എടുത്തിട്ട് പോ. ഒരിടത്ത് തന്നെ ഉണ്ടല്ലോ, പിന്നെ പങ്കെടുക്കാം. എന്നാ ശരി. ശരി, പക്ഷേ കുറച്ച് വെള്ളം ഇപ്പൊ കൊണ്ടുവരാം. ഇയാളെന്നീ കാണിക്കുന്നത് പിന്നെ ഇക്കള് വന്നാ പിടിച്ചെടുത്താൻ പറ്റുമോ? ഇക്കള് വന്നാണ്ടല്ല, കാര്യമായിട്ടൊന്ന് പേടിപ്പിച്ച് നോക്കിയേ. ഇക്കള് ബ്രേക്ക് ഇട്ടോലെ ഒന്ന് പോയ പാടുന്നു. അതെയാ? എന്നാ പിന്നെ ഞാനിപ്പോ കാണിച്ചു തരാം. കാണിച്ചു തരാം. ഐഡിയ നോക്കാല. നമ്മളെ സുഹൃത്താ കണ്ടുപോലെ. പെണ്ണേട്ടാ, നിങ്ങളെ പന്നി ഫാമിലി മ്യൂസിഷ്യമായിട്ട് ഡിങ്കോൾഫിയാന്നുള്ള ന്യൂസ് കേട്ടല്ല? ഇവർക്കതെ അറിയാ. അതെ, ഒരു തമാശ. എന്തിന്റെ ആവശ്യം? കുറച്ച് കഴിക്ക്, ഒരു ചെറിയ കണ്ണാട്ടാ, ഇതൊന്നും നോക്കിയട്ടെ. എന്റെ അമ്മച്ചേ, മാറ്റാൻ നോക്കിയാലേ. എടാ, നിന്റെ ആടിന്റെ പ്രശ്നം കണ്ണിന് കുത്തിറക്കി ആട് ഭയങ്കര പ്രശ്നം. ഈ കല്യാണം വേണ്ട, നമുക്ക് വേറെ നോക്കാം. ആ മോതിരം വരി. മോതിരം ഊരാണോ പറഞ്ഞത്? കൊട്ടോ ഞാൻ പോട്ടാ. ഒരു മൊബൈൽ സിനിമയിൽ അഭിനയിച്ചവരൊന്നും എന്റെ മോക്ക് വേണ്ട. നീ അങ്ങനെ പറയലാ മോനെ, നമുക്ക് സംസാരിക്കാന്ന്. നീ കാര്യം മനസ്സിലാക്കി. ഒന്നും പറയണ്ട, ഇപ്പെങ്കിലും കാര്യം മനസ്സിലായത് നന്നായി. ഓമനെ, ഞാൻ പറയുന്ന കേക്ക്. ഒന്നും പറയണ്ട നാരായണേച്ചി, പിള്ളേർ നല്ലത് പറഞ്ഞു വളർത്തണം, ഇല്ലെങ്കിൽ കണ്ട ഫാമിലൊക്കെ കേറി നേരം. നിങ്ങൾ വന്നതാമോട്ടാ. പറയുന്ന കേക്ക് ഓമനെ. ഓമനേറ്റെ ഒന്ന് പറയുന്ന കേൾക്ക്. നീ ഒറ്റ ഒരുത്തി കാരണതള്ള എന്താക്കിനി? ഞാൻ എന്താക്കിനിന്ന് ഓരോ സ്ഥലത്ത് പോയി എന്തെല്ലാം ഉണ്ടാക്കിയിട്ട് ഓനെ ഏരിയ കാണുന്നില്ല, പാഞ്ഞളില്ലേ? ഓനെന്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ കാണാൻ അവന്റെ എല്ല് ഞാൻ വെള്ളാക്കും ഞാൻ. നീ എല്ലാ വീഡിയോ പിടിച്ചേ, അതെങ്ങനെ ഓന്റെ കയ്യിലെത്തി? അത് മെമ്മറിക്കാട് കൊടുത്തരം മാറിപ്പോയതാ. നാട്ടിൽ എന്തെല്ലാം നല്ല കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടിട്ട് ഇനി അങ്ങനെ കുന്ത്രാന്റെ അടുത്ത് എന്റെ മൂന്ന് തോട്ടത്ത് തള്ളയാ. ഞാൻ എന്താക്കിനി? നീ അല്ലല്ലോ ഒപ്പിച്ചിനി. കണ്ടാ, നീ വെറുതെ നാരായണനെ പറയണ്ട. ഞാൻ കണ്ടതാ, എല്ലാം വിദ്യാധരനാക്കിയതാ. വിദ്യാധരനാ? ആ മകേഷ് ചെക്കൻ വെള്ളം കൊടുക്കുമ്പോ ഫോണില് സാധനം കയറ്റിട്ട് ചെക്കന്റെ സ്റ്റേജിലേക്ക് ഉന്തി വിട്ടത്. ഓന് പിന്നെ വിഷമില്ലാണ്ടിരിക്കോ? ഓന്റെ കല്യാണം മുടക്കിട്ടല്ലേ ഇവരെന്ത് റെഡിയാക്കിന്? ഇന്ന് ഓന്റെ അവസാന ഓൻ അങ്ങനെ അവിടെ മാന്യനായിട്ട് ജീവിക്കണ്ട. നീ എന്ത് ഉണ്ടാണോ നോക്കിക്കണേ? ഇങ്ങോട്ട് വാ. വിദ്യ സുധേട്ട, ഉണ്ടായിസാ, നീ എന്തിനാ ഇപ്പൊ ടച്ചിനി? ഓനെ തല്ലനെ കൊല്ലേ വേണ്ട.
ഇവൻ നമ്മുടെ ചെക്കന്റെ കല്യാണം മുടക്കി. കല്യാണം മുടക്കിനാ അരിവനാ നീ കണ്ടിട്ടോ കല്യാണം പാഞ്ഞു വന്ന് കൊല്ലാൻ ഇവനെന്താ കോയാ സുധാര? ഞങ്ങല്ല ഇടിയുള്ളവരാന്നേ. ഇവരുടെ കാര്യം എന്ത് കാര്യം അറിയാനോടോ? ഞങ്ങൾ എല്ലാ കാര്യം അറിഞ്ഞിട്ടെന്നെ ഇടക്കുന്നത്. ഓനെ പറ്റിച്ചിട്ടല്ലേ നിങ്ങളെല്ലാരും കൂടി പോയിന്? ഇന്ന് ചൊറപ്പിച്ച കല്യാണം മുടക്കും, എന്നും മുടക്കും. ആ നിന്റെ കല്യാണം നടത്താൻ നമ്മ സമ്മതിക്കൂടാ. കാണിച്ചരാ ഓനോന്റെ പെണ്ണിനും കൂട്ടി നിങ്ങളെല്ലാം മുന്നിൽ കൂടി നടക്കണേ. അത് ഞാൻ കാണിച്ചു എന്റെ മെമ്മറി കാർഡ് ചന്ദ്ര, നീയും നിന്റെ ടീമും ഈ നാട്ടുകാർ മൊത്തം കേൾക്കാൻ വേണ്ടി പറയാ. 1 മാസത്തിനുള്ളില് ഞങ്ങള് കണ്ണന്റെ കല്യാണം നടത്തുക. അത് ഗംഗമായിട്ട് നടത്തുക. വേണ്ട, ഞങ്ങൾക്ക് 1 മാസം തയ്ച്ചു വേണ്ട. ഈ വരുന്ന 20 ദിവസത്തിനുള്ളില് വിദ്യന്റെ കല്യാണം ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് നടത്തുക. അല്ലെങ്കിൽ നീയൊക്കെ പറഞ്ഞ് എന്ത് പണി ഞങ്ങൾ ചെയ്യൂടാ? പറയുന്ന മുഴുവൻ കേട്ട് വായിത്താള ഇറക്കടാ. 2 ആഴ്ച വെറും 14 ദിവസം ഞങ്ങൾ പോയിടാ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് വെറും നിക്കേന്ദ്രാ ഓൻ പറയട്ടെ. എന്തരാ നാക്കിറങ്ങിപ്പോയാ? നീ കേട്ടില്ലേ? 14 ദിവസം. അതിനുള്ളിൽ പറ്റിയില്ലെങ്കിലേ നിങ്ങ എന്ത് വേണം ചോദിച്ചോ, നമ്മ ചെയ്തു തരൂ. ഇത് എന്റെ വാക്കാടാ. ലോക്കൽ സെക്രട്ടറി സുധാകരന്റെ വാക്കാടാ. നിങ്ങൾ എല്ലാരും കേട്ടല്ലോ, ഇവരെന്ത് വേണമെങ്കിലും തരാന്ന്. അതേടാ, നിങ്ങൾ ചോദിക്കേ. ഈ വരുന്ന 14 ദിവസത്തിനുള്ളിൽ ഈ നിൽക്കുന്ന കണ്ണന്റെ കല്യാണം നടന്നില്ലെങ്കിൽ എള്ളുക്കുറിശി കുട്ടിച്ചാത്തന്റെ കളിയാട്ടവും വേട്ടയ്ക്ക് പോക്കും ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ പേടിക്കില്ല. വെല്ലുവിളികൾ നേരിട്ട ചരിത്രം നമ്മുടെ പ്രസ്ഥാനത്തിനുള്ളൂ. കണ്ണന്റെ കല്യാണം നടത്തും. ഇത് ആനക്കാര്യൊന്നുമല്ല. വേട്ടയും കലയാട്ടും ഈറ്റൊക്കെ കുറെ നടത്തും. അത് സ്വപ്നത്തില് സമ്മതാണ്. നിങ്ങൾ പണി തുടങ്ങിക്കോ. നമ്മൻ തുടങ്ങി. ഇനി നമുക്ക് കണ്ണന്റെ കല്യാണക്കുറിയായിട്ട് കാണടാ. ഓടാ ഈ ധൈര്യമായിട്ട് ഞാൻ കണ്ടുകൂടാ. സന്തോഷായില്ലേ? നഖം മുറിക്കുമ്പോഴും നോക്കണ്ടേ മോളെ? നല്ലോണം പറ്റീന സാരില്ല. നീക്ക് മാത്രം ഇടുന്ന അത്രക്കാരൻ പെണ്ണ് എപ്പ നോക്കിയാലും ഫോണ്. സുധാര ഇത് നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല. വരുന്ന മൊത്തം ഒരു മുടക്കുക. അതിനെന്താ അവർക്ക് ശരിയാതെ നമ്മയും മുടക്കുന്നില്ലേ? അല്ല, നമുക്കൊരു 2ാം കെട്ടുകാരായിട്ട് നോക്കിയാലോ? നല്ല ഐഡിയ അല്ലേ? 2ാം കെട്ടോ കുറെ നോക്കിയോ. അവസാനം കയറി 8 വീടും 2ാം കെട്ടാ. സുധാര പിന്നെ എല്ലാം ഫ്രഷാന്ന് വിചാരിച്ചു നീ? ഞാൻ ആലോചിച്ചിട്ട് ഇനിയിപ്പം വളഞ്ഞ വഴിയെ നടക്കൂ സുധാര. മാന്യമായിട്ട് കല്യാണം കഴിക്കാനല്ലേ പെണ്ണിനെ കിട്ടാത്തുള്ളൂ. നേരെ മറിച്ച് പ്രേമിക്കാനും ഒളിച്ചോടാൻ ഇഷ്ടം പോലെ പെണ്ണിനെ കിട്ടും. അതുകൊണ്ട് എവിടുന്നെങ്കിലും ചാടിച്ചോണ്ടുവരാം. ഇനിയിപ്പോ അതേ വഴിയുള്ളൂ. ചാടിക്കാൻ ഒരുത്തിനെ ചാടിച്ച എന്റെ കഷ്ടം ഇപ്പോഴും അനുഭവിക്കുന്നു. ഇനി ബെറ്റ് തരാൻ വെറും 7 ദിവസമേ ഉള്ളൂ. എന്തിനു കണ്ണാ 7 ദിവസം? 2 മണിക്കൂർ മതി. 2 മണിക്കൂർ കൊണ്ട് പ്രേമം മുളക്കും, പൂക്കും, കായ്ക്കും, വേടപ്പ് നടത്താം. അങ്ങനെ നടക്കുവോ? ആ കണ്ണാ, എനക്കൊന്ന് കൊടി ബസ്സിൽ ഞാൻ എത്രത്തിനെ കാണുന്നുണ്ട്. 2 ദിവസം കൊണ്ട് നിന്റെ കല്യാണം നടക്കണ. നീ എന്റെ ഒപ്പം ബസ്സിൽ വാ. കണ്ണാ, തോക്ക് വിട്ടുകൊടുക്കാതിരിക്കാൻ വേണ്ടി എന്ത് നാറി മണിക്കും നിന്റെ കൂടെ നമ്മ നിൽക്കും. പ്രേമെങ്കിൽ പ്രേമം. അല്ലാണ്ട് ശ്രീചേച്ചിയുടെ പണി വന്നായിട്ടല്ല. നീ വെറുതെ എന്റെ കയ്യിൽ ദേവേട്ടാ, നാളെ തൊട്ട് ഞാൻ നിങ്ങളുടെ ബസ്സിൽ വരുവാടെ നടക്കും. നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? എനിക്ക് ഉറപ്പുണ്ട്. ഒരുത്തി 1 ദിവസം കണ്ണന്റെ വിരിഞ്ഞ നെഞ്ചു, ഉണ്ടക്കണ്ണു, വെളുത്ത മനസ്സ് കണ്ട് കണ്ണട്ടാ ഐ ലവ് യു എന്ന് പറഞ്ഞു ഓടി വരും. അത് കിടുക്കിട്ടാ. നടക്കുവോ? കണ്ണേട്ടാ ഐ ലവ് യു. നിനക്ക് നടക്കൂല, കണ്ണൻ നടക്കും. വേണമെങ്കിൽ എനക്കും. ശരിക്കും നോക്കണം. കുറച്ച് കൊണ്ടുവന്നേ. മാറി ഇക്കിടാകും. പിള്ളമാർ ബാക്കോട്ടേക്ക് അല്ല ഇങ്ങോട്ടേക്ക്.
എന്നാലും ഈ ബുദ്ധി നമുക്ക് എന്താ ഇത്ര വൈകി തോന്നിയില്ലേ? ബസ്സിൽ എത്ര കാലം പെണ്ണുങ്ങളോട് കേരി ഇറങ്ങി പോവല്ലേ ഇങ്ങനെ? ഒന്നിനൊന്ന് മെച്ചം. ബസ് ഇറങ്ങിപ്പോ പറഞ്ഞോട് കണ്ണാ തിരക്കായി പോയി, കാര്യമെല്ലാം സെറ്റായി. കണ്ണാ നീ ബാക്കി പറ. പറഞ്ഞോണ്ടിരിക്കുന്ന നിങ്ങൾ അപ്പോഴാ കയറി വന്ന് ചിരി എന്നെല്ലാം പറഞ്ഞ പുഞ്ചിരി പുഞ്ചിരി. സൂപ്പർ അല്ല കണ്ണ. ഷംസു അങ്ങനെ പറയല എന്റെ പെണ്ണിനെ പറ്റി. ഞാൻ സപ്പോർട്ട് ചെയ്താടോ. ആ സംഭവം ഓള് ചിരിച്ച് കുറച്ചു നേരം കഴിഞ്ഞ് എന്റെ അടുത്ത് വന്നിരുന്ന് ഒരാൾ ഇറങ്ങി പോയാരോ. പിന്നെ കഥ പറച്ചിലേ കഥ പറച്ചില്. എന്ത് കഥ നിങ്ങ പറയുന്നേ? തുണ്ട് കഥ പോടാ. ഞാൻ കണ്ടിട്ടല്ല. അല്ല ഓളെ ഞാൻ കണ്ടിട്ടാന്ന്. ഒരു മൂപ്പരാടുന്ന ബാക്ക് വന്നിട്ട് ട്യൂൺ ചെയ്യുന്ന ആ സമയത്ത് അതിന്റെ പയസ് പാഴ കളവി ഇറങ്ങിയിട്ടേ ഇറങ്ങി പോയാലോ. ഞങ്ങള് വയ്യാലെ പോയി ഇറങ്ങിപ്പോയി. എന്നിട്ട് നമ്പർ ഒപ്പിച്ച് എപ്പോഴാ പിന്നെ അല്ലാണ്ട് പറ്റി കഴിഞ്ഞിട്ട് വിളിക്കണം. വിളിക്കോ നമ്പർ ഫോൺ ഓഫായി പോയല്ലോ. നമ്പർ ഓർമ്മയുണ്ട്, കണക്കട 811 811 811 87 87 47 355. നിങ്ങളെടുത്തുണ്ടോ? എന്ത് പറ്റി? പൈസ ഇടുന്ന ഒറ്റാട്ടിയോ സുധാര മറ്റേ സംഭവം. എന്റെ കണ്ണ പെട്ടെന്നൊരു പെണ്ണ് വന്ന് ചിരിച്ച് ഫോൺ നമ്പർ തന്ന് പോകുമ്പോ നമുക്ക് മനസ്സിലായിക്കൂടെ ഇതേതാ സാധനം? സുധാര മറ്റേതാ മിണ്ടറ. മറ്റേ കേസാ? ആ മറ്റേ കേസാണ് കണ്ണ. എടാ പ്രണയം എന്ന് പറഞ്ഞാൽ അങ്ങനൊന്നുമല്ല. പിന്നെ ഒരു പെണ്ണ് നമ്മളെ ഒന്ന് നോക്കും, ചിരിക്കും, വെറുപ്പിക്കും. നമ്മളൊന്ന് നോക്കിയതണ്ട മൂക്കം അങ്ങോട്ട് വെട്ടിക്കും. വെറുതെ കുഴപ്പമുണ്ടാക്കും, നമ്മളെ കളിയാക്കും, പ്രശ്നം ഉണ്ടാക്കും. എന്നാലും ചോർച്ച പിടിച്ച് നമ്മുടെ കൂടെ അങ്ങോട്ട് നിൽക്കോളൂ. അല്ല പിന്നെ അങ്ങനെയാണെങ്കിൽ എന്നെ സ്ഥിരമായിട്ട് വെറുപ്പിക്കുന്ന ഒരു പെണ്ണുണ്ട്. ഒരാളുണ്ട്.